ചിറ്റേത്തുകര കാക്കനാട് ദേശനിവാസികളെ, സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിന് നമ്മോട് അറിയിക്കുവാൻ ഒരു സന്ദേശമുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ ടീം അംഗങ്ങളിലൂടെ കടന്നു വന്നിരിക്കുന്നത്. ജീവിതത്തിന്റെ തിരക്കിട്ട ഓടുന്ന ഈ കാലയളവിൽ ഒരല്പസമയം നമ്മളെല്ലാവരെയും ഭൂമിയിലേക്ക് അയച്ച ദൈവത്തിന് നമ്മളോട് ഒരു കാര്യം സംസാരിക്കുവാനുണ്ട്. അത് നിങ്ങളെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ ഞങ്ങൾ കടന്നു വന്നത്. 15-20 മിനിറ്റ് സമയം അത് ശ്രദ്ധിക്കുവാൻ നിങ്ങളേവരെയും താഴ്മയായി അപേക്ഷിക്കുന്നു. ദൈവത്തിന്റെ വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു: രാജത്വത്തിന്റെ ഈ സുവിശേഷം ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. രാജ്യത്തിന്റെ ഈ സുവിശേഷം, അത് നിങ്ങളെ എന്താണ് രാജ്യത്തെ സുവിശേഷം? സൃഷ്ടാവായ ദൈവത്തിന് നമ്മോടുകൂടെ പാർക്കുവാൻ ആമേൻ ഇഷ്ടം തോന്നിയിരിക്കുന്നു. ഈ കാര്യം നിങ്ങളെ വ്യക്തമായി അറിയിച്ചതിനു ശേഷം വേഗം കടന്നു പോകും. നിങ്ങളുടെ അല്പസമയം ഞങ്ങൾ താഴ്മയെ അപേക്ഷിക്കുന്നു. ഒരു മനോഹരമായ പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ. ഭക്ഷണത്തെക്കാൾ വലിയതാണ് ജീവനെന്നും വസ്ത്രത്തെക്കാൾ ശരീരം വലിയതെന്ന ചൊല്ലുകൾക്കും അർത്ഥമെന്ത്? ഭക്ഷണത്തെക്കാൾ വലിയതാണ് ജീവനെന്നും വസ്ത്രത്തെക്കാൾ ശരീരം വലിയതെന്ന ചൊല്ലുകൾക്കും അർത്ഥമെന്ത്? അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ. അഹങ്കരിക്കും, ഇടപിടിക്കും നിന്റെ ലോകവിദ്യകൾക്കും, ഡിഗ്രിക്കും PGക്കും ഗ്രാജുവേഷൻ സെറിമണിക്കും, ലോകത്തിൻ വിദ്യകൾക്കും വിദ്യാഭ്യാസത്തിനും തരുവാൻ കഴിയില്ല ജീവനും ശരീരവും. അഹങ്കരിക്കും, ഇടപിടിക്കും നിന്റെ ലോകവിദ്യകൾക്കും, ഡിഗ്രിക്കും PGക്കും ഗ്രാജുവേഷൻ സെറിമണിക്കും, ലോകത്തിൻ വിദ്യകൾക്കും വിദ്യാഭ്യാസത്തിനും തരുവാൻ കഴിയില്ല ജീവനും ശരീരവും. അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ. ലോകമേ കേൾക്കൂ, നാഥൻ മൊഴികൾ വെല്ലുവിളിയായി സർവകലാശാലകളെ ഏറ്റെടുക്കൂ വെല്ലുവിളിയെ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ഗാന്ധി യൂണിവേഴ്സിറ്റി, ലോക കലാശാലകളെ പങ്കെടുക്കൂ വെല്ലുവിളിയിൽ. ലോകമേ കേൾക്കൂ, നാഥൻ മൊഴികൾ വെല്ലുവിളിയായി സർവകലാശാലകളെ ഏറ്റെടുക്കൂ വെല്ലുവിളിയെ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ഗാന്ധി യൂണിവേഴ്സിറ്റി,
യൂണിവേഴ്സിറ്റി ലോക കലാശാലകളെ പങ്കെടുക്കു വെല്ലുവിളിയിൽ അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ. മതങ്ങളെ നിങ്ങൾക്കും ചേരാം, മന്ത്രിമാരെ നിങ്ങൾക്കും ചേരാം, രാഷ്ട്രീയ പ്രബുദ്ധന്മാർക്കും മുതലാളി തൊഴിലാളിക്കും കമ്പ്യൂട്ടർ വിദ്വാനും ചേരാം, ശാസ്ത്ര നായകന്മാർക്കും യുക്തിവാദികളെ ഒഴിഞ്ഞു നിൽക്കരുതേ. മതങ്ങളെ നിങ്ങൾക്കും ചേരാം, മന്ത്രിമാരെ നിങ്ങൾക്കും ചേരാം, രാഷ്ട്രീയ പ്രബുദ്ധന്മാർക്കും മുതലാളി തൊഴിലാളിക്കും കമ്പ്യൂട്ടർ വിദ്വാനും ചേരാം, ശാസ്ത്ര നായകന്മാർക്കും യുക്തിവാദികളെ ഒഴിഞ്ഞു നിൽക്കരുതേ. അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ. ലോകം തരും വിക്രിയാൽ നീ നേടും അന്നം കഴിക്കാൻ, ലോകം തരും വിദ്യകളാൽ നീ നേടും വസ്ത്രം ധരിക്കാൻ. ശരീരം നിൽക്കില്ല, ജീവനും നിൽക്കില്ല, മരണം വിഴുങ്ങുമ്പോൾ ഭോഷനായി തീരും നീ. ലോകം തരും ഡിഗ്രിയാൽ നീ നേടും അന്നം കഴിക്കാൻ, ലോകം തരും വിദ്യകളാൽ നീ നേടും വസ്ത്രം ധരിക്കാൻ. ശരീരം നിൽക്കില്ല, ജീവനും നിൽക്കില്ല, മരണം വിഴുങ്ങുമ്പോൾ ഘോഷനായി തീരും നീ. അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ. യേശുവിൻ സ്വർഗ വിദ്യാഭ്യാസേ വേടുക ജീവനും സ്വർഗ ശരീരവും. പുതിയ സൃഷ്ടിയായി ദൈവത്തിൻ പൈതലായി പാടിടാൻ ഈ ഭൂവേ യേശുവോടൊപ്പമായി ചേരുക നീ യേശുവിൻ സ്വർഗ വിദ്യാഭ്യാസേ നേടുക ജീവനും സ്വർഗ ശരീരവും. പുതിയ സൃഷ്ടിയായി ദൈവത്തിൻ പൈതലായി വാടിടാം ഈ ഭൂവേ യേശുവോടൊപ്പമായ. അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ. ഭക്ഷണത്തെക്കാൾ വലിയതാണ് ജീവനെന്നും വസ്ത്രത്തെക്കാൾ ശരീരം വലിയതെന്ന ചൊല്ലുകൾക്കും അർത്ഥമെന്ത്. ഭക്ഷണത്തെക്കാൾ വലിയതാണ് ജീവനെന്നും വസ്ത്രത്തെക്കാൾ ശരീരം വലിയതെന്ന ചൊല്ലുകൾക്കും അർത്ഥമെന്ത്. അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ,
അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മാറ്റപ്പെടുകയും ചെയ്യട്ടെ. മനോഹരമായ ഈ ദിവസത്തിൽ സൃഷ്ടാവായ ദൈവത്തിന്റെ ചിന്തകളുടെ ഒരു പ്രകാശനമായി ഈ ടീം കാക്കനാട് ചിറ്റത്തുകര എന്ന ദേശത്തിലൂടെ ഇപ്പോൾ കടന്നു പോവുകയാണ്. മനുഷ്യർ വിശ്വസിക്കാത്ത ഒരു റിപ്പോർട്ടിനെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ പറയും. ആ റിപ്പോർട്ടാണ് സദ്വാർത്ത അല്ലെങ്കിൽ സുവിശേഷം. അത് നിങ്ങളെ അറിയിച്ച് കടന്നു പോകാനാണ് ഈ ടീം ദൈവത്തിൽ ആശ്രയിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തത്. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: രാജ്യത്വത്തിന്റെ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ലോകത്തിൽ എല്ലായിടവും അറിയിക്കപ്പെടും, അതോടെ യുഗം അവസാനിക്കും. ഒരു മാറ്റം സംഭവിക്കുകയാണ്. പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്ന മനുഷ്യ മക്കളുടെ ഭരണങ്ങളൊക്കെ അവസാനിക്കും. ദൈവ മക്കളുടെ ഭരണം തുടങ്ങും. എല്ലാ മനുഷ്യ ഗവൺമെന്റുകളും പൈശാചിക ഗവൺമെന്റുകളും അവസാനിപ്പിച്ച് ദൈവം തന്റെ പുത്രന്മാരിലൂടെ ദൈവത്തിന്റെ ഗവൺമെന്റ് സ്ഥാപിച്ച് ഈ ഭൂമിയെ വാഴാൻ തുടങ്ങും. ഇതിന്റെ ഇടയിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് മരണമുള്ള മനുഷ്യരെ മരണമില്ലാത്ത ദൈവപുത്രന്മാരാക്കി ദൈവത്തിന്റെ കുടുംബമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ പദ്ധതി. ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത, നമ്മെപ്പോലെ മരണമില്ലാത്ത ദൈവം ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലും മരണത്തിലുമെല്ലാം പെട്ടുപോയ നമ്മളെ രക്ഷിച്ചെടുത്ത് മരണമുള്ള മനുഷ്യമക്കളായ നമ്മെ മരണമില്ലാത്ത ദൈവത്തിന്റെ മക്കളാക്കി ദൈവ കുടുംബത്തിൽ ദൈവത്തോട് ഒപ്പം താമസിപ്പിച്ച് ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയുടെ രാജാക്കന്മാരാക്കി, ഭരണാധികാരിമാരാക്കി, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ സഹോദരങ്ങളാക്കി, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാക്കി, ക്രിസ്തുവോടൊപ്പം രാജ്യത്വം പങ്കിടുന്ന ഒരു മഹാസന്ദേശമാണ്. മനുഷ്യർ വിശ്വസിക്കാത്ത ഒരു റിപ്പോർട്ടാണ് നിങ്ങളെ ഇപ്പോൾ അറിയിക്കുന്നത്. വിശുദ്ധ വേദ പുസ്തകം ഐശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു. ഇംഗ്ലീഷിൽ അതിന് റിപ്പോർട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ കേൾപ്പിച്ച റിപ്പോർട്ട് ആര് വിശ്വസിച്ചു? അതായത് അത് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. ആ വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളെ ഇവിടെ അറിയിക്കുന്നത്. അതാണ് യേശുക്രിസ്തു പ്രസംഗിച്ച രാജ്യത്വ സുവിശേഷം, സദ്വാർത്ത. അതിലെന്താണ് സംഭവിക്കുന്നത് എന്നാണ് ആ റിപ്പോർട്ട്. അതിൽ ദൈവം നമ്മളോട് ഒരുമിച്ച് താമസിക്കും. ബൈബിൾ ഇങ്ങനെയാണ് അവസാനിക്കുന്നത്: ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, ദൈവം മനുഷ്യരോടുകൂടെ പാർക്കും. ദൈവവും മനുഷ്യരും ഒരുമിച്ച് പാർക്കുന്ന ഒരു കുടുംബ ജീവിതമായി അത് അവസാനിക്കുകയാണ്. അതിലേക്ക് പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ ഏവരെയും ക്ഷണിക്കുകയാണ് ഇപ്പോൾ ഞങ്ങളിലൂടെ ദൈവം ചെയ്യുന്നത്. മനുഷ്യരോടുകൂടെ മാത്രം ജീവിച്ച് പരിചയമുള്ള നമുക്ക്, മരണമുള്ള മനുഷ്യരോടുകൂടെ മാത്രം ജീവിച്ച് പരിചയമുള്ള നമുക്ക്, മരണമില്ലാത്ത ദൈവത്തോടുകൂടെ ജീവിക്കാനുള്ള
ദൈവമക്കളായി തീരുവാനുള്ള ഒരു ഇൻവിറ്റേഷനാണ് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത്. ഈ ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് ഒരു ഇൻവിറ്റേഷൻ ആയിരിക്കുമ്പോൾ തന്നെ ഇതൊരു സാക്ഷ്യവും കൂടെയാണ്. അതാണ് നമ്മൾ നേരത്തെ കേട്ട വചനം. രാജ്യത്വത്തിന്റെ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്ക് സാക്ഷ്യമായി ലോകത്തെ എല്ലായിടവും അറിയിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് നിങ്ങൾ കേൾക്കുന്നത് ആകസ്മികമായി ഓൺലൈനിൽ കുഞ്ഞെത്തിയത്. അതോടെ യുഗം അവസാനിക്കും. മനുഷ്യപുത്രന്മാർ ഭരിക്കുന്ന നിയമങ്ങളുടെ യുഗം, എഴുതപ്പെട്ട നിയമങ്ങളുടെ യുഗമെല്ലാം അവസാനിച്ച് ആത്മാവിനെ കേട്ട് പ്രവർത്തിക്കുന്ന ദൈവപുത്രന്മാരുടെ ഗവൺമെന്റ് ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കും. അതിന് നേതൃത്വം കൊടുക്കുന്നത് ദൈവപുത്രനായ ക്രിസ്തുവായിരിക്കും. ആ ക്രിസ്തുവോട് കൂടെ അധികാരം പങ്കിടുവാൻ, രാജ്യം പങ്കിടുവാൻ സ്വർഗത്തിലെ ദൈവം ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി കൂട്ടവകാശികളായി എന്നെയും നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഈ റിപ്പോർട്ടാണ് മനുഷ്യന് വിശ്വസിക്കാൻ പ്രയാസം. ഞങ്ങൾ കേൾപ്പിച്ച ഈ റിപ്പോർട്ട് ആര് വിശ്വസിച്ചു? അപ്പോ ഈ റിപ്പോർട്ട് ഇപ്പോൾ നിങ്ങളെ അറിയിച്ചു. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ട് എങ്കിൽ ഞങ്ങൾക്ക് ദൈവത്തിന്റെ കുടുംബത്തിലെ മരണമില്ലാത്ത ദൈവത്തിന്റെ കുടുംബത്തിലെ മരണമില്ലാത്ത ദൈവത്തിന്റെ മക്കളായി ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി കൂട്ടവകാശികളായി തീരുവാൻ ഞങ്ങൾക്കും താല്പര്യമുണ്ട്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ആർക്കെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ പ്രിയം, അങ്ങനെ മനുഷ്യന്റെ ഒരു പ്രവൃത്തിയും കൊണ്ടും അവിടെ എത്താൻ പറ്റില്ല. കാരണം മനുഷ്യരെല്ലാവരും ഇന്ന് പാപം നിമിത്തം മരണത്തിന്റെ തടവുകാരായി ലോകമെന്ന ജയിലിൽ, പിശാച് എന്ന ജയിലറുടെ കീഴിൽ കിടക്കുകയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ PR പെർമനന്റ് റെസിഡൻസ്, എവിടത്തെ സ്വർഗത്തിലെ ഹെവൻലി പെർമനന്റ് റെസിഡൻസ് പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ കുടുങ്ങിപ്പോയല്ലോ. നിന്റെ കുടുക്കൽ നിന്ന് വിടിവിപ്പാൽ ദൈവത്തിന് ഒരു മാർഗം ദൈവം ഒരുക്കി. ദൈവം മാനവകുലത്തിന് വേണ്ടി മനുഷ്യരെ രക്ഷിപ്പാൻ മനുഷ്യരുടെ ഇടയിൽ ഒരു മാർഗവും ഇല്ലാതിരിക്കുമ്പോൾ സ്വർഗം ഒരു മാർഗം ഒരുക്കിയിട്ടുണ്ട്. അതാണ് തന്റെ പുത്രനായ ക്രിസ്തു. ആ ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും പാപം നിമിത്തമുള്ള മരണത്തിൽ നിന്ന്, ലോകമാകുന്ന ജയിലിൽ നിന്ന്, പിശാച് എന്ന ജയിലറുടെ കീഴിൽ നിന്ന് രക്ഷപ്പെടാനിടയാണ്. അങ്ങനെ മനുഷ്യന്റെ കയ്യിൽ, മനുഷ്യന്റെ യൂണിവേഴ്സിറ്റിയുടെ കയ്യിൽ, നമ്മൾ ഇന്ന് പാട്ട് കേട്ടല്ലോ ഒരല്പം മുമ്പ്, ആ യൂണിവേഴ്സിറ്റിയുടെ കൈകളിലും ആശുപത്രികളുടെ കയ്യിലും രാഷ്ട്രീയക്കാരുടെ കയ്യിലും ലോക നേതാക്കന്മാരുടെ കയ്യിലും ഫാർമസിയുടെ കയ്യിലും മനുഷ്യനെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാനുള്ള വഴികളില്ലാതിരിക്കുമ്പോൾ മരണത്തിൽ നിന്ന് നീക്കുപോക്ക് യഹോവയ്ക്കുള്ളതെന്ന് ദൈവത്തിന്റെ തിരുവചനം പറയുന്നു. ആ യഹോവയാം ദൈവം ഒരുക്കിയ രക്ഷയായ ക്രിസ്തുവിനെ നാം ദൈവപുത്രനെന്ന് അംഗീകരിച്ചുകൊണ്ട് ആ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത് എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിനെ, പ്രിയമകനെ, നിന്റെ ജീവിതത്തിൽ നിന്റെ രക്ഷകനും നിന്റെ കർത്താവും നിന്റെ നാഥനുമായി നീ സ്വീകരിച്ചുകൊണ്ട് ആ യേശുവിനെ അനുഗമിച്ചനുസരിപ്പാൻ മകളെ നീ തയ്യാറാകുന്നുവെങ്കിൽ ഈ കുമിള പോലെയുള്ള ജീവിതത്തിൽ അല്പനിമിഷം കൊണ്ട് മരണം കിടക്കുന്ന ഈ ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ, രക്ഷപ്രാപിപ്പാൻ ദൈവം നിനക്ക് വഴിയൊരുക്കിയിരിക്കുന്നു എന്ന സത്വാർത്ത ദൈവം നിന്നെ അറിയിക്കുകയാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അവിടെ ഇത്രയുള്ള ഉത്തരം: യേശുക്രിസ്തു ദൈവപുത്രനാണെന്നും സ്വർഗത്തിലെ ദൈവം രക്ഷിക്കുവാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് അയച്ചതാണെന്നും യേശുക്രിസ്തു മരിച്ചത് എന്റെ പാപത്തിന് പരിഹാരമാണ് എന്നും വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിനെ ഇപ്പോൾ തന്നെ ആ യേശുവിന്റെ ഹൃദയത്തിൽ രക്ഷിതാവായി നിന്റെ കർത്താവായി സ്വീകരിച്ചുകൊണ്ട് തുടർന്നുള്ള നാളുകളിൽ യേശുവിനെ അനുഗമിച്ചനുസരിപ്പാൻ പ്രിയമകനെ മകളെ നീ തീരുമാനമെടുക്കുന്നുവെങ്കിൽ ഈ ലോകം, മരണമുള്ള ലോകത്ത് രക്ഷപ്പെടുവാൻ സ്വർഗീയ കുടുംബത്തിലെ PR പെർമനന്റ് റെസിഡൻസ് HPR പ്രാപിപ്പാൻ അത് കാരണമായി തീരുമെന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ടൊട്ടും താമസിക്കാതെ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് യേശുവിനെ അനുഗമിക്കാൻ തീരുമാനമെടുക്കുക.
ഇതാ ഈ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിച്ചിരിക്കുന്നു. ഞങ്ങൾ ഈ ടീമായി കടന്നു വന്ന് നിങ്ങളെ അറിയിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ആ സ്നേഹം ഞങ്ങളിലൂടെ ദൈവം നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങളുടെ ഒരുമിച്ച് ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇതാ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവിടെ കടന്നു പോവുകയാണ്. അതിനു മുമ്പായി ഇപ്പോഴിത് കേട്ടപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന ആരുടെയും ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ടെങ്കിൽ ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾ നിങ്ങളുടെ കയ്യിൽ 2 നോട്ടീസ് കൊണ്ട് തന്നിട്ടുണ്ട്. അതിലൊരു നോട്ടീസ് ഒരു ട്രാക്റ്റാണ്. മാനവകുലത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് അതിൽ അറിയിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ഹീറോ ആകാൻ ആഗ്രഹിച്ച് സീറോ ആയി പോയിരുന്നവരാണ്. മരണത്തിലൂടെ നമ്മൾ വട്ടപ്പൂച്ചയുമായി തീരുന്നവരാണ്. എന്നാൽ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് രാജ്യത്വ സുവിശേഷം. എന്താണ് രാജ്യത്വ സുവിശേഷം എന്ന് ആ നോട്ടീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് ഒരു നോട്ടീസ് ഇവിടെ അടുക്കൽ പുക്കാട്ടുപടിയിൽ പഞ്ചായത്ത് റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രാർത്ഥനാലയം എന്ന് പറയുന്ന ധ്യാന കേന്ദ്രമുണ്ട്. കഴിഞ്ഞ 22 വർഷത്തിലധികമായി സ്വർഗത്തിലെ ദൈവം എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ശനിയാഴ്ച അവസാനിക്കുന്ന ഒരു തിരുവചന ധ്യാനം, ദൈവരാജ്യം എന്ന സുവിശേഷത്തെ അടിസ്ഥാനമാക്കിയുള്ള തിരുവചന ധ്യാനമുണ്ട്. അതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കടന്നു വരാവുന്നതാണ്. ഈ മാസത്തെ ധ്യാനം മറ്റന്നാളാണ്. നിങ്ങൾ ഏവരെയും 7-ാം തീയതിയാണ്. നിങ്ങൾ ഏവരെയും അതിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരാഴ്ച അവിടെ കടന്നു വന്ന് ജീവിതത്തിലെ എല്ലാ വ്യതകളിൽ നിന്നും, ദുഃഖത്തിൽ നിന്നും, എല്ലാവിധ കുടുംബ വിഷയങ്ങളിൽ നിന്നും, സാമ്പത്തിക വിഷയങ്ങളിൽ നിന്നും, മറ്റു രോഗങ്ങൾ, ദുഃഖങ്ങളെല്ലാമായി മനസ്സ് തളർന്നിരിക്കാൻ നിങ്ങൾക്ക് ഒരാശ്വാസത്തിന്റെ കരമാണ് ആ ധ്യാന കേന്ദ്രം എന്ന് മനസ്സിലാക്കുക. അവിടെ തിരുവചനത്തിലൂടെ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഏവരെയും അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. ഈ തിരക്ക് പിടിച്ച ജീവിതം ഇതാ സെമിത്തേരിയിൽ പോയി അവസാനിക്കുന്നതിന് മുമ്പ് പ്രിയ മകനെ മകളെ, നിന്റെ ഭാവിയെ സെക്യൂർ ചെയ്യുവാൻ മനുഷ്യന്റെ പുത്രനായി ഭൂമിയിൽ ജീവിച്ച് മരിച്ച് അവസാനിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ പുത്രന്മാരായി നിത്യം ദൈവിക ഭവനത്തിൽ ആ HPR ഹെവൻലി പെർമനന്റ് റെസിഡൻസ്, ആ ഹെവൻലി സിറ്റിസൺഷിപ്പ് എടുത്തുകൊണ്ട് ഇതാ ദൈവത്തോടുകൂടെ ജീവിപ്പാനുള്ള ഈ ഇൻവിറ്റേഷൻ തള്ളിക്കളയരുതേ എന്ന് നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇതാ അടുത്ത ദേശത്തേക്ക് കടന്നു പോകുകയാണ്. സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ മക്കളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് മനുഷ്യർക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു റിപ്പോർട്ട് അവരെ അങ്ങ് കേൾപ്പിച്ചു. ഈ ശബ്ദ കാഴ്ച വെറുതെയിൽ ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്ത് ഏവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹൃദയയുടെ ഹൃദയം അങ്ങ് തുറന്നു കൊടുത്തു എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. അതേപോലെ ഈ മക്കളുടെ ഹൃദയം തുറന്നു കൊടുക്കണമേ. ഇവർ അങ്ങയുടെ ഈ റിപ്പോർട്ട് വിശ്വസിപ്പാൻ അങ്ങ് തന്നെ കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരുടെ മാതാപിതാക്കന്മാരെ, അവരുടെ മക്കളെ, അവരുടെ സ്ഥാപനങ്ങളെ, അവരുടെ ജോലികളെ, അവർക്കുള്ള സകലത്തെയും അവരുടെ സാമ്പത്തികത്തെ എല്ലാം അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ അനുഗ്രഹം ഒരു ഭൗതിക തലത്തിൽ മാത്രം ഒതുങ്ങാതെ അവരെ അങ്ങയുടെ കുടുംബത്തിൽ അങ്ങയുടെ മക്കളായി ആ HPR ഹെവൻലി പെർമനന്റ് റെസിഡൻസ് പ്രാപിപ്പാൻ തക്കവണ്ണം അവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ അവയവമായി ക്രിസ്തുവിൽ നിലകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി നന്ദി. സർവ്വ മഹത്വം യേശുവിൻ നാമത്തിൽ പിതാവേ. നന്ദി, നമസ്കാരം.